ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഇടിയൻ ചക്ക തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇടിയൻ ചക്കയൊക്കെ കിട്ടി വരുന്ന സമയമാണ്. ഇപ്പം നമുക്കൊരു ഇടിയൻ ചക്ക കിട്ടിയിട്ടുണ്ട്. അത് വെട്ടാനായിട്ട് ഇരുന്നപ്പം കുഞ്ഞും കൂടെ കയറി വന്ന് നമ്മൾ ഇടിയൻ ചക്ക വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരുമിച്ചിട്ട്. അതിനിടയ്ക്ക് അവനോട് ഇന്ന് ചോദിക്കുന്നുണ്ട്, ചക്ക തരുമോ എന്നൊക്കെ. കുഞ്ഞിനാണെങ്കിൽ ചക്ക ഒത്തിരി ഇഷ്ടമാണ്. പഴുത്തതും പച്ചയാണെങ്കിലും ഒത്തിരി ഇഷ്ടമാണ്. അതിനിടയ്ക്ക് അവൻ വന്ന് അതിനകത്തൊക്കെ ഇട്ട് കയ്യൊക്കെ വാരിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. കഴുകി വാരിയെടുത്ത ഇടിയൻ ചക്ക നമ്മളിന്ന് ഇഡലി പാത്രത്തിനകത്തിട്ടാണ് വേവിക്കുന്നത്. അതിൽ കുറച്ച് ഉപ്പും പൊടിയുപ്പും ഇട്ടറി നമ്മൾ ആവിയിലാണ് നല്ലപോലെ ഇടിയൻ ചക്ക വേവിച്ചെടുക്കുന്നത്. നല്ലപോലെ ഇടിയൻ ചക്ക വെന്തതിന് ശേഷം നമ്മളതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി ഉള്ളിയും വെളുത്തുള്ളിയും ആവശ്യത്തിന് ചതച്ച് നല്ലപോലെ ചതച്ചെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിലും ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിക്കാം. അവിടെ ഇരുന്ന് നല്ലപോലെ കടുകൊക്കെ അങ്ങോട്ട് പൊട്ടി വരട്ടെ. കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലോട്ടേക്ക് ചതച്ച് വെച്ച് വെളുത്തുള്ളിയും ഉള്ളിയും വേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് അത്യാവശ്യം നല്ല രീതിക്ക് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും ഇടാൻ മറക്കരുത് കേട്ടോ. കുറച്ചൊന്ന് അതിട്ടോളം നല്ല രീതിക്കൊന്ന് വഴറ്റി വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളക് ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മിക്സിയിനകത്ത് ഇട്ടിട്ടാണ് വറ്റൽമുളക് പൊടിച്ചെടുത്തേക്കണത്. അതും ആവശ്യത്തിന് എരിവിനനുസരിച്ച് അതും ചേർക്കാം. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ല രീതിക്ക് എരിവ് വേണേ, അതുകൊണ്ട് ഞാൻ അത്യാവശ്യം എരിവിട്ടിട്ടാണ് എടുക്കുന്നത്. ഈ വറ്റൽമുളക് കൂടാതെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ടേക്ക് നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങ ചിരക്കിയതാണ്. തേങ്ങ ചിരക്കിയതും കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല രീതിക്ക് അതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന, അതായത് ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഇടിയൻ ചക്കയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് ഞാനവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിൻ്റെ ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇടിയൻ ചക്ക റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഇടിയൻ ചക്ക തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇടിയൻ ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പം ചക്കയുടെ സീസണൊക്കെ ആയി തുടങ്ങുന്നു. എല്ലാവർക്കും ഇടിയൻ ചക്കൊക്കെ കിട്ടിത്തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതെ, ഇനി അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.